വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി മാറ്റിവെച്ച സംഭവത്തിൽ തൃശൂർ മേയർക്ക് നിവേദനം. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് 9 പുലിക്കളി സംഘങ്ങളാണ് മേയർക്ക് സംയുക്ത നിവേദനം നൽകിയത്. പുലിക്കളി നടത്താതിരുന്നാൽ സാമ്പത്തിക നഷ്ടം താങ്ങാനാകില്ല എന്നും സംഘം മേയറെ അറിയിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, നേരത്തെയുള്ള തയ്യാറെടുപ്പുകൾ, രജിസ്ട്രേഷൻ അടക്കം ലക്ഷങ്ങൾ ചെലവാക്കിയതാണ്. ഇനിയും നടത്താതിരുന്നാൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല, ഈ തീരുമാനമെടുക്കാൻ ദിവസങ്ങൾ എടുക്കുന്തോറും ആ നഷ്ടം കൂടും എന്നുള്ളതാണ് സംഘങ്ങൾ പറയുന്നത്. തീർച്ചയായും, അതായത് ഈ പുലിക്കളിക്ക് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പുലിക്കളി സംഘങ്ങൾ പറയുന്നത്. അതായത് ഓരോ വിഭാഗത്തിലും പങ്കെടുക്കുന്ന ഈ പുലിവേഷം കെട്ടുന്ന ആളുകൾക്ക് അഡ്വാൻസ് തുക നൽകുന്ന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് ആ പണം ചെലവഴിച്ചിട്ടുണ്ട്. കൂടാതെ ടാബ്ലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിയാക്കുന്നതിനും മറ്റുമായുള്ള തുകകൾ എല്ലാം തന്നെ വിനിയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതിനോടകം തന്നെ 3 ലക്ഷത്തിലധികം ഒരു പുലിക്കളി സംഘത്തിന് മാത്രം ചെലവായിട്ടുണ്ട്. ഇനി ഈ പുലിക്കളി നടത്താതിരിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ നഷ്ടം ഉണ്ടാകും എന്നാണ് നിലവിൽ പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വയനാട് ദുരന്തത്തിൽ അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിരവധി കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ മേയർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ മേയർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നേരത്തെ തന്നെ ഒരു തീരുമാനം പറഞ്ഞിരുന്നു. അതായത് കോർപ്പറേഷനാണ് പുലിക്കളി നടത്തുന്നത്. കോർപ്പറേഷന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് പുലിക്കളി തൃശ്ശൂരിൽ നടത്താറുള്ളത്. അതുകൊണ്ട് ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് ആഘോഷ പരിപാടികളൊന്നും തന്നെ, ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളൊന്നും തന്നെ നടത്തുന്നില്ല. അതിന്റെ ഭാഗമായി തന്നെ പുലിക്കളിയും ഒഴിവാക്കുകയാണെന്നാണ് തൃശ്ശൂർ മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഇതുമായി ബന്ധപ്പെട്ട് ഈ പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചയുള്ള കാര്യങ്ങളോ ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് പാടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം അതൊരു ഭീമമായൊരു നഷ്ടമായിരിക്കും. ഞങ്ങൾ അതിനുള്ള പ്രാപ്തിയുള്ള ടീമുകളൊന്നുമല്ല. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. അത് എന്ത് വില കൊടുത്തും നടത്തുക എന്നുള്ളത്. നമുക്ക് ദുഃഖമില്ല എന്നോ അതിൽ ആ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്.